ചേട്ടാ ഇപ്പൊ ഇതെന്താ സംഭവം? ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് ഉള്ള ഓട്ടോറിക്ഷയാണ് എങ്ങനെയാണ്? ഇത് ഡിസേബിൾ ആയിട്ടുള്ളവർക്കുള്ള ഓട്ടോറിക്ഷയാണ്. സാധാ ഓട്ടോറിക്ഷ ഡിസേബിൾ ആയിട്ടുള്ളവർക്ക് ഉപയോഗിക്കാൻ രീതിയിൽ കൺവേർട്ട് ചെയ്ത് വരുന്നതാണ്. അപ്പൊ അതിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേക്കണം ശരിക്കും? ഇതില് നമ്മള് ഇത് ബ്രേക്കാണ്, ഓട്ടോറിക്ഷയുടെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അത് മൊത്തം നോർമൽ ബ്രേക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വണ്ടിയുടെ ബേസിക് നമ്മൾ മാറ്റുന്നൊന്നുമില്ല, അല്ലാതെ തന്നെ പിടിച്ച് ചെയ്യണം. പിന്നെ ഒരു ബക്കറ്റ് സീറ്റ് ഉണ്ടാവും, അത് സ്ലൈഡ് ചെയ്ത് നമുക്ക് റിക്ലൈൻ ചെയ്യാം, സ്ലൈഡ് ചെയ്യാം, കിടക്കാം, എന്നുള്ള രീതിയിലാണ് ബക്കറ്റ് സീറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ ഡിസബിലിറ്റി എന്ന് പറയുമ്പോഴേ ശരിക്കും കൈക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ഒരാളാണെങ്കിൽ, കൈക്ക് പ്രശ്നമുള്ളവർക്ക്, ഇതിപ്പോ കാലിന് പ്രശ്നമുള്ള നമുക്ക് നടക്കാൻ പാടില്ലാത്ത പാരലൈസ് ആയ ആൾക്കാർക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഓട്ടോറിക്ഷ സാധാരണ നമ്മൾ ആക്റ്റീവ ഓടിക്കുന്ന ആർക്കും തന്നെ നമുക്ക് ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് പോകാം. ആക്റ്റീവ നമുക്ക് 3 വീലിൽ ആക്റ്റീവ അതിന് ഒത്തിരി ക്രൈറ്റീരിയാസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അത് നമുക്ക് നമ്മുടെ റോഡ് കണ്ടീഷനിൽ അത് ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളൊരു ബാലൻസിങ് വിഷയം വരുന്നുണ്ട്. പിന്നെ ഈ കട്ടർ റോഡുകളൊക്കെ വരുമ്പോഴത്തേന് അതിനകത്തൊരു പ്രോബ്ലം വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും വരുന്നില്ല. നോർമലി നമുക്ക് ഏത് ടെറൈനിൽ കൂടെ നമുക്ക് നോർമലി ഓട്ടോറിക്ഷ കയറി പോകുന്നത് ഇതിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോവുകയും ചെയ്യാം, ബുദ്ധിമുട്ടില്ല. മഴ നനയണ്ട, വെയിൽ കൊള്ളണ്ട. നോർമലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ആപ്റ്റായിട്ടുള്ളൊരു വെഹിക്കിൾ ഓട്ടോറിക്ഷ തന്നെയാണ്. കാരണം ബൈക്ക് ഒത്തിരി, പിന്നെ നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനാണേലും എല്ലാം ആണേലും ഇത് തന്നെയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ. അപ്പോൾ ഇത് നമുക്ക് ഒരു എക്സ്പെൻസ് ചിലവ് എത്ര വരും ഇതിന്റെ? ഏകദേശം ചിലവ് ഏകദേശം ഒരു 20 രൂപ മിച്ചം വരും. 20,000 രൂപ. അതായത് നമ്മളൊരു ഓട്ടോറിക്ഷ പിടിപ്പിച്ച് അത് ഇതിലേക്ക് മാറ്റി തരുന്നത്. അപ്പൊ സീറ്റ്, അപ്പൊ അതിനകത്ത് ഒരു ബക്കറ്റ് സീറ്റ് ഉണ്ടാവും, സീറ്റ് സ്ലൈഡ് ചെയ്യാവുന്ന സീറ്റ് ഉണ്ടാവും, നമുക്ക് റിക്ലൈൻ ചെയ്ത് കിടക്കാം, അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെയാണ്. പിന്നെ ഒരു വീൽ ചെയറിൽ നിന്ന് ഇത് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയ സീറ്റ് നമുക്ക് വേണം. കാരണം നമുക്ക് ഡയറക്റ്റ് സീറ്റിലോട്ട് കയറാൻ പറ്റില്ല. അതിൻ്റെ ഒരു ചെറിയ സീറ്റൂടെ വെച്ചിട്ട് അഡീഷണൽ സീറ്റ് സൈഡിൽ വരും. അതൊന്നും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ചേട്ടൻ്റെ സ്ഥലം എവിടെയാണ് ശരിക്കും? ഇത് കൂവപ്പള്ളിയാണ്, കോട്ടയം ജില്ലയാണ്. കൂവപ്പള്ളി എരുമേലി എന്ന് പറയും. കൂവപ്പള്ളിയാണ് സാർ, എരുമേലിക്കടുത്ത്. പെട്ടെന്ന് എരുമേലി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പോൾ എരുമേലിക്കടുത്താണ്. അപ്പോൾ ചേട്ടനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓർഡർ നമ്മൾ അവിടെ വന്ന് വിളിച്ചാൽ മതി. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പിലുണ്ട്, നമ്പറുണ്ട്. നമുക്ക് ഇപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും എത്തിച്ചു കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അവർ വണ്ടി നമ്മളുടെ നമ്പറിൽ എത്തിക്കുക. അപ്പോൾ നമുക്കും എനിക്കും പരിമിതികളുള്ളതുകൊണ്ട് പരിമിതികളുണ്ട്, വന്നെടുക്കുക എന്നുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. വണ്ടി എത്തിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്ക് താമസം വരും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് വന്ന് കൊണ്ടുപോയാൽ മതി. അതൊരാളെ കൊടുത്ത് ടച്ച് ചെയ്യാന്നുള്ള. അപ്പോൾ ലിജു ചേട്ടൻ്റെ ഓട്ടോറിക്ഷ മോഡിഫിക്കേഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവരും ഓട്ടോറിക്ഷ മോഡിഫൈ ചെയ്ത് മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇതൊരു സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ഒരു എക്സ്പോ ആയിരുന്നു. അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളും സാധനങ്ങളൊക്കെ ഉള്ള ഒരു എക്സ്പോ ആണ്. മറ്റ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ പ്രൊഡക്റ്റുകൾ നമ്മുടെ ചാനലിൽ പുറകെ വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം. അതുപോലെ നമ്മുടെ ചാനലിനോട് സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിലേക്ക് വന്നേക്കാം.